സജിത്ത്, SNDP യോഗം ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. തീർച്ചയായും ഈഴവ വിഭാഗത്തിനിടയിലെ ഏറ്റവും പ്രബലമായ സംഘടന SNDP തന്നെയാണ് എന്ന് പറയേണ്ടതായി വരും. അതിനർത്ഥം മുഴുവൻ ഈഴവരും SNDPയെ പ്രതിനിധീകരിക്കുന്നു എന്നല്ല. അപ്പോൾ പോലും ഈഴവർ ഒരുമിച്ച് നിന്നാൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാം എന്ന വിവരം കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം മുസ്ലിം മതവിഭാഗത്തിലെ ജനസംഖ്യയിലുണ്ടാകുന്ന വർധനവാണ് സീറ്റ് നേട്ടത്തിന് കാരണമാകുന്നത് എന്നും അദ്ദേഹം പറയുമ്പോൾ, വെള്ളാപ്പള്ളി പറയുന്ന കണക്കുകളും വിവരങ്ങളും ഈ വാക്കുകൾക്കപ്പുറത്ത് വസ്തുതാപരമായി ശരിയാണോ എന്ന് എങ്ങനെയാണ് പരിശോധിക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, വെള്ളാപ്പള്ളി നടേശൻ്റെ വിവാദ പ്രസ്താവനകൾ ഇതാദ്യമല്ല, മുമ്പ് പലവട്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ കോട്ടയത്തെ ഈ SNDPയിലെ വേദിയിലെ ഈ പ്രസ്താവനയെ നമുക്ക് രണ്ട് രീതിയിൽ പരിശോധിക്കാം. ഒന്ന് അതിൻ്റെ രാഷ്ട്രീയം, മറ്റൊന്ന് ഇതിന് വസ്തുതകളുടെ പിന്തുണയുണ്ടോ എന്ന കാര്യമാണ്. ഇതിൽ രണ്ട് തരത്തിൽ നോക്കുമ്പോഴും രണ്ട് ശ്രദ്ധേയമായ കാര്യങ്ങൾ നമുക്ക് കാണാനാവും. അതിലൊന്ന് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. അതായത് വെള്ളാപ്പള്ളി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഏകദേശം 45 മിനിറ്റിലധികം വരുന്ന സുദീർഘമായ ആ പ്രസംഗത്തിൻ്റെ പരാമർശത്തിലെ ഏറ്റവും ക്രാക്സ് അതിങ്ങനെയാണ്. ഒന്ന്, മലപ്പുറത്ത് സീറ്റ് വർദ്ധിപ്പിക്കാൻ പ്രൊഡക്ഷൻ കൂട്ടുന്നു, അത് ബോധപൂർവമായി കൂട്ടുന്നു, അതുകൊണ്ട് നിങ്ങളും പെങ്ങന്മാരെ പ്രൊഡക്ഷൻ നിർത്തരുത് എന്ന് അദ്ദേഹം ആ വേദിയിൽ ആഹ്വാനം ചെയ്യുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞ വാക്കുകളുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന്, കേരളത്തിൽ ജനാധിപത്യമല്ല മതാധിപത്യമാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, സമീപ ഭാവിയിൽ കേരളം മുസ്ലിം ഭൂരിപക്ഷ മേഖലയാകും. ഇങ്ങനെയൊരു പ്രസ്താവന കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇനി മറ്റൊന്ന് നോക്കുമ്പോൾ എല്ലാം മലപ്പുറത്ത് പോയി ചോദിക്കേണ്ട അവസ്ഥയാണ് കേരളത്തിൻ്റേത്. മുസ്ലിം ലീഗ് നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമം. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളുടെ ഒരു കോറായ പ്രധാനപ്പെട്ട വിഷയങ്ങളെ എടുക്കുന്നത്. നമുക്കിത് പരിശോധിക്കുമ്പോൾ കൃത്യമായ ചില മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ അദ്ദേഹമുണ്ട്. മലപ്പുറത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹം നടത്തുന്ന നീക്കങ്ങളെല്ലാം അത് മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യമിടുന്നുണ്ട്, മുസ്ലിം ലീഗിനെ ലക്ഷ്യമിടുന്നുണ്ട്, ഇങ്ങനെയെല്ലാം ഉണ്ട്. മുമ്പും വിവാദ പരാമർശം മലപ്പുറത്തെ വേദിയിൽ പോയി അദ്ദേഹം നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോഴും അദ്ദേഹം അത് ആവർത്തിച്ചു എന്നതാണ് സാഹചര്യം. എന്തായാലും അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉള്ളടക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലപ്പുറത്തെ സീറ്റുകളുടെ എണ്ണത്തിൽ ഇങ്ങനെ ബോധപൂർവമായ വർധനമുണ്ടായിട്ടുണ്ടോ എന്ന കാര്യമാണ്. നമുക്കതൊന്നുകൂടി പരിശോധിക്കാം. അതിലേക്ക് പോകുമ്പോൾ മലപ്പുറത്തെ സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ നമുക്കറിയാം, കൊണ്ടോട്ടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, തവനൂർ, പൊന്നാനി, ഇങ്ങനെ നീളുന്നു 16 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ല. ഇതിൽ ഈ വെള്ളാപ്പള്ളി ശ്രദ്ധേയമായി പരാമർശിച്ച 4 ഇടങ്ങൾ അത് 2011 കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഏറനാട്, തവനൂർ, കോട്ടയ്ക്കൽ, വള്ളിക്കുന്ന്, ഈ 4 മണ്ഡലങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മണ്ഡല പുനർനിർണയം നടന്ന 2011 മറ്റ് ജില്ലകളിൽ ചിലയിടങ്ങളിൽ സീറ്റ് കുറഞ്ഞു. ഉദാഹരണമായി കോട്ടയം ജില്ല 10 നിയമസഭാ മണ്ഡലങ്ങളുണ്ടായിരുന്ന ഇടമാണ്, പക്ഷേ അവിടെ 9 നിയമസഭാ മണ്ഡലങ്ങളിലായി സീറ്റിൻ്റെ എണ്ണം കുറഞ്ഞു. അതേസമയം മലപ്പുറത്തേക്ക് വരുമ്പോൾ അത് കണക്കെടുക്കുമ്പോൾ 4 നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ അതിൽ വസ്തുതയുടെ പിൻബലമുണ്ട്, പക്ഷേ അതിൻ്റെ രാഷ്ട്രീയമാണ് അവിടെ ഒളിച്ചിരിക്കുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കുന്നത് ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ്. ഓരോ കൂട്ടിച്ചേർക്കപ്പെടുകയും പിൻവലിക്കപ്പെടുകയും ജനസംഖ്യയുടെ കണക്കിലാണ് ചെയ്യുന്നത്. അതിനൊരു പൊതുവായ രീതിയുണ്ട്, ഒരു തത്വമുണ്ട്, അത് പാലിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ആ കണക്കിലേക്ക് വരുമ്പോൾ ജനസംഖ്യയിൽ സ്വാഭാവികമായ വർധനവ് മലപ്പുറത്തുണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് വെള്ളാപ്പള്ളി ആയുധമാക്കിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ 2011 മുതൽ 4 നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒരു വസ്തുത തന്നെയാണ്, തർക്കമില്ല കാര്യത്തിൽ. ഇനി കേരളത്തിൻ്റെ പൊതുവായ ജനസംഖ്യയുടെ കണക്ക് പരിശോധിക്കാം. അതിലേക്ക് വരുമ്പോൾ മലപ്പുറം ഈ പറയുന്ന അവകാശവാദത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കാം. നമ്മൾ ഈ ഉദ്ധരിക്കാൻ പോകുന്ന കണക്ക് 2011 സെൻസസ് പ്രകാരമുള്ള കണക്കാണ്. 2011 സെൻസസ് പ്രകാരമുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളുടെയും ആകെത്തുക, ജനസംഖ്യയുടെ ആകെത്തുക ഇത് ഇവിടെ കാണാൻ കഴിയും. 3,34,661 2011 സെൻസസ്. ഇനി ഒരു സെൻസസ് നടക്കാൻ പോവുകയാണ്. എന്തായാലും നിലവിലുള്ള കണക്ക് ഇപ്രകാരമാണ്. ഇത് പ്രകാരം പരിശോധിക്കുമ്പോൾ 41,12,920 സ്വാഭാവികമായും മലപ്പുറത്തെ ജനസംഖ്യ അത് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കൂടുതലാണ്. വെള്ളാപ്പള്ളി ഒരുപക്ഷെ
ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക, അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ടാവുക ഈ മധ്യ കേരളത്തിലെ മേഖലകളിൽ ജനസംഖ്യ കുറയുന്നു, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഹിന്ദു മേഖലകളിൽ ജനസംഖ്യ കുറയുന്നു എന്ന കാര്യമാവാം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. കോട്ടയത്തേക്ക് വരുമ്പോൾ അവിടുത്തെ നോക്കൂ, 19 ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ 2011 അതേസമയം ഇടുക്കിയിൽ 11 ലക്ഷം, എറണാകുളത്ത് 32 ലക്ഷം, തൃശ്ശൂരേക്ക് പോകുമ്പോൾ അത് 31 ലക്ഷം, ഇതാണ് പൊതുവിൽ. ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ അത് 21 ലക്ഷം. ഈ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മലപ്പുറത്തേക്ക് വരുമ്പോൾ അത് 41,12,920 എന്ന കണക്ക് വരും. സ്വാഭാവികമായും മലപ്പുറത്ത് ജനസംഖ്യ ഉയർന്നു തന്നെയാണ് ഇരിക്കുന്നത്, തർക്കമില്ല കാര്യം. അത് ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് അങ്ങനെയാണ്. ഒരു വലിയ ജില്ലയാണ്, സ്വാഭാവികമായും ഭൂപ്രകൃതി കൊണ്ടും നിരവധി പ്രത്യേകതകളുമുള്ള ഒരു ജില്ല തന്നെയാണ് മലപ്പുറം. ആ പ്രത്യേകതയാണ് ഈ കണക്കിൽ കാണാൻ കഴിയുന്നത്. 2011 സെൻസസ് പ്രകാരമാണിത്. അതിനുശേഷമുള്ള കണക്കെടുപ്പ് വരുമ്പോൾ ഒരുപക്ഷെ ഇതിന് മാറ്റമുണ്ടായേക്കാം. ഇനി വെള്ളാപ്പള്ളി പറഞ്ഞ രാഷ്ട്രീയം, ഇതാണ് വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ ഒരു വസ്തുത. അതിൽ വെള്ളാപ്പള്ളി പറഞ്ഞ വാക്കുകൾ അതേപടി ഉദ്ധരിച്ച് പരിശോധിക്കുമ്പോൾ ചില കണക്കുകളിൽ കൃത്യതയുണ്ട്. കാരണം നിയമസഭാ മണ്ഡലങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ജനസംഖ്യയുള്ള ഇടമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങൾ ബോധപൂർവമായി ഉണ്ട് എന്നതാണ് കാരണം ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾക്ക് പിന്നിൽ എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നു മാത്രമല്ല, ഇപ്പോൾ ഈ ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടത്തിയ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെന്ത്, ഇത് ആരെ തുണയ്ക്കും, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ഈ പ്രസ്താവന നടത്തിയെന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി മുന്നോട്ട് വച്ച വാക്കുകൾക്ക് ചില വസ്തുതകളുടെ പിന്തുണമുണ്ടെങ്കിൽ കൂടിയും അത് ഉയർത്തുന്ന രാഷ്ട്രീയമാണ് അതിൻ്റെ അകത്തെ അപകടം. അത് സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും. വരുന്ന മണിക്കൂറുകളിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കടക്കം ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയേ മതിയാകും. യെസ്, അതാണ് സജിത്ത് പ്രാഥമികമായി നൽകിയ ഇൻപുട്ട്. ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശം, മലപ്പുറം ജില്ലയിൽ സീറ്റുകൾ 4 വർദ്ധിച്ചു എന്ന് അദ്ദേഹം പറയുമ്പോൾ ടെക്നിക്കലി അത് ശരിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. 2011 മണ്ഡല പുനർനിർണയത്തിന് ശേഷം 4 സീറ്റുകൾ അവിടെ അധികമായി എത്തി എന്നുള്ളതാണ്. ഏറനാട്, തവനൂർ, കോട്ടയ്ക്കൽ, വള്ളിക്കുന്ന് എന്നിങ്ങനെയാണ്. ഒപ്പം ജനസംഖ്യാ കണക്കുകൾ പരിശോധിക്കുമ്പോഴും കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ 41 ലക്ഷം ജനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ഡേറ്റകൾ പതിറ്റാണ്ടുകളുടെ പഴക്കം ഉള്ള ഡേറ്റയാണ് എന്നതാണ്. കാരണം രാജ്യത്ത് അത്തരത്തിൽ പിന്നീട് സെൻസസ് നടന്നിട്ടില്ല. ജാതി മത വിഭാഗങ്ങളെ തിരിച്ചുകൊണ്ടുള്ള ഡേറ്റകൾ അടക്കം രാജ്യത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഡേറ്റ ശേഖരണം നടന്നിട്ടുള്ളത് എന്നതാണ്. ഒപ്പം സജിത്ത് പറഞ്ഞതുപോലെ ഈ കണക്കുകൾക്കപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന രാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്.